ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തന്നെ നടുക്കിയ വയനാട്ടിൽ നടന്ന ഈ വൻ ദുരന്തമുഖത്ത് പോലും ഒട്ടും മനസ്സാക്ഷി കാട്ടാതെ വെറുപ്പും വിദ്വേഷവും പടർത്തുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മനുഷ്യർ 3 തരമുണ്ട്. ചിലർ മറ്റുള്ളവരെ വാരിക്കോരി സഹായിക്കും, മറ്റു ചിലരാകട്ടെ സഹായിക്കാനുള്ള മനസ്സ് വരെ കാട്ടുകയില്ല. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ മോശമായത് ആരാണെന്ന് അറിയുമോ? സഹായിക്കുന്നവരെ പോലും ഡീമോട്ടിവേറ്റ് ചെയ്ത് കളിയാക്കി അവരെ പിന്തിരിപ്പിക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി 10 രൂപ ദാനം കൊടുക്കുകയാണെങ്കിൽ ഈ കൂട്ടർ പറയും, നീ 10 രൂപയല്ലേ കൊടുത്തിട്ടുള്ളൂ, അത് വളരെ തുച്ഛമാണ്, ഇതിലും കൂടുതൽ നീ കൊടുക്കണം, ഇത് കൊടുത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? അങ്ങനെ പറഞ്ഞ് അവരെ കളിയാക്കി അവരെ ദാനം കൊടുക്കുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുന്നു. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ആകാശം മുട്ടെ ഒരു കാടിന് തീ പിടിച്ചു. ആ കാട്ടിലെ മൃഗങ്ങളെല്ലാം അവരവരുടെ ജീവനു വേണ്ടി പരക്കം പായുന്ന സമയത്ത് ഒരു ചെറിയ പക്ഷി അടുത്തുള്ള തടാകത്തിൽ നിന്ന് കൊക്കിലൊതുങ്ങുന്ന വെള്ളമെടുത്ത് ആ കാട്ടുതീ അണയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട് രക്ഷപ്പെടുന്ന കുറുക്കൻ ആ പ്രാവിനോട് ചോദിക്കുകയാണ്, നീ എന്ത് വിഡ്ഢിയാണ്, ഇത്രയും വലിയ കാട്ടുതീ ഇത്തിരി വെള്ളം കൊണ്ട് നിനക്ക് എങ്ങനെ കെടുത്താൻ കഴിയും? അപ്പോൾ ആ പ്രാവ് തിരിച്ചൊരു ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ ഇതെങ്കിലും ചെയ്യുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നത്? പ്രകൃതി ഭംഗി കൊണ്ട് സ്വർഗതുല്യമെന്ന് മനുഷ്യർ കാണുന്ന വയനാടിന്റെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ അത് കരളലിയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വയനാടുകാരൻ എന്ന ഒരു നിലയ്ക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാം കഴിയുന്ന അത്രയും സഹായിക്കുക. സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹായിക്കുന്നവരെ ദയവ് ചെയ്ത് പിന്തിരിപ്പിക്കരുത്, അവരെ നിരുത്സാഹപ്പെടുത്തരുത്. നമുക്കെല്ലാവർക്കും അവരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാം.